ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഡി ആർ എം എസ് ചാനലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് റിഫു ഡി ആർ എം എസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ. അവർക്കൊക്കെ ഒരാഗ്രഹം കാണും. അതായത് നമ്മുടെ പാട്ട് നല്ല രീതിയിലൊന്ന് പാടി അത് റെക്കോർഡ് ചെയ്ത് അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള ഒരാഗ്രഹം പലർക്കും ഉണ്ടാകും. ചില ആളുകൾ അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അതിനുശേഷം ആ വോയിസ്, ആ ഒരു പാട്ട് നല്ല രീതിയിൽ വൈറലാവുകയും അദ്ദേഹം നല്ല രീതിയിൽ ഫേമസ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു പാട്ട് നല്ല രീതിയിൽ പാടണമെങ്കിൽ ആ പാട്ട് അറിഞ്ഞതുകൊണ്ടോ ആ പാട്ടിൻ്റെ സ്വരങ്ങൾ നന്നായതുകൊണ്ടോ, ഇതൊക്കെ മേജറായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഇല്ലാത്തൊരുത്തനെ സംബന്ധിച്ചിടത്തോളം പാട്ട് പഠിച്ച് വലിയ കാര്യമൊന്നുമില്ല, വേറെ ഇഷ്യൂ. പക്ഷെ ഒരു പാട്ട് നല്ല രീതിയിൽ പാടണമെങ്കിൽ ആ പാട്ടിൻ്റെ സ്വരങ്ങളും അതേപോലെ തന്നെ ആ പാട്ടിൻ്റെ വോയിസും ആ പാട്ടിൻ്റെ ലിറിക്സും എല്ലാം നല്ല രീതിയിലാകുമ്പോഴും നമുക്ക് നല്ലൊരു മൈക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്, അതായത് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവർക്കും പാട്ട് പാടി അത് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ റിസൾട്ടുള്ള ഒരു മൈക്കിനെ പറ്റി പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ദിവസത്തെ റിസർച്ചിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിഫർ ചെയ്ത ഒരു മൈക്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മൈക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ AKGയുടെ P120 എന്ന് പറയുന്ന ഒരു കണ്ടൻസർ മൈക്കാണ് ഇത്. ഈ കണ്ടൻസർ മൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റുഡിയോയിൽ അത്യാവശ്യം, അതായത് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ, നിങ്ങൾ സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്റ്റുഡിയോയിൽ അധികമായും വോക്കൽ റെക്കോർഡ്സ്, അതായത് നമ്മൾ പാട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കണ്ടൻസർ മൈക്കാണ്. മൈക്ക് രണ്ട് വിധത്തിലുണ്ട്. അതായത് ഒന്ന് കണ്ടൻസർ മൈക്ക്, അതായത് ഈ മോഡലിലുള്ള മൈക്കാണ് ഒന്ന് കണ്ടൻസർ മൈക്ക്. രണ്ടാമത് വേറൊരു മോഡലിലുള്ള മൈക്ക് വരുന്നുണ്ട്. ആ മൈക്കിന് പറയുന്ന പേരാണ് ഡൈനാമിക് മൈക്ക്. അത് ഏകദേശം ഈ ഒരു മോഡലിൽ ഉണ്ടാകും. മൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ ഒരു മോഡലായിരിക്കും. അതായത് ഈ ഒരു മോഡൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് കണ്ടത് അധികം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിലും അതേപോലെ തന്നെ ലൈവ് പ്രോഗ്രാമിലും, പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാനും, അതേപോലെ തന്നെ പിന്നെ ചില മ്യൂസീഷ്യൻസ് തബലയൊക്കെ വായിക്കുന്നേരം അതിനടുത്ത് കൊണ്ടുവച്ചതായിട്ടും അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു മൈക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്, മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്വാളിറ്റി ടൈപ്പ് മൈക്ക് വരുന്നുണ്ട്. അതായത് ഒന്ന് ഡൈനാമിക്കും ഒന്ന് ഇതുപോലുള്ള കണ്ടൻസർ മൈക്കും. അപ്പോൾ ഇതിൽ കണ്ടൻസർ മൈക്കാണ് അധികമായും സോങ്സ്, അതായത് നമുക്ക് സോങ്സ് റെക്കോർഡ് ചെയ്യാനും സ്റ്റുഡിയോയിലൊക്കെ അധികമായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിയായിരിക്കാം, പക്ഷേ ചിലർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ആമുഖമായിട്ട് സംഭവം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന അതേ ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ് ഈ ഒരു AKGയുടെ P120 എന്ന് പറയുന്ന ഈ ഒരു മൈക്ക്. ഈ ബോക്സ് നമുക്ക് ഒന്നെന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്ത് നോക്കാം. മൈക്ക് എങ്ങനെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സാധാ കാണുന്ന പോലെ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും വായിക്കാനും പിടിക്കാനൊന്നും അറിയാത്ത കുറേ കടലാസ് ഉണ്ടാവും. എന്തെല്ലോ കാര്യമായിട്ട് എന്തെല്ലോ ഉണ്ടാവും, ഒരെന്തെല്ലോ കാര്യമായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു വിവരമൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കും, ചിത്രയിൽ എന്തെങ്കിലും നോക്കിയിട്ട് ചിത്രം അതേപോലത്തെ എന്തെങ്കിലും കുത്തുന്നത് പിടിക്കുന്നത് വെക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതുപോലെ ചെയ്യും. അത് നമ്മൾ സ്ഥിരമുള്ള പരിപാടി. ഓക്കെ, ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു 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 ഷീറ്റ് ഉണ്ട്, ഇത് ഒരു മൺചട്ടി ഉണ്ട്. ശേഷമാണ് നമ്മുടെ സംഭവം പുറത്തേക്ക് വരുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ മൈക്ക് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മൈക്ക് എടുക്കാം. മൈക്ക് എടുക്കുമ്പോൾ വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് AKGയുടെ P120 എന്ന് പറയുന്ന മൈക്ക്. അത്യാവശ്യം ഈ മൈക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വെയിറ്റും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഈ മൈക്കിന് ഉണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഏകദേശം 7000 രൂപയോളം ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു പ്രൈസിന് ആ ഒരു പ്രൈസിന് സാധാരണ ഇത്ര ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു പ്രൈസിന് ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് വർത്താണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്കിന് ഈ മൺചട്ടികൾ വയർ, അതായത് കേബിൾ കൊടുക്കുന്നില്ല. ഈ ഒരു ബോക്സിൽ ഈ ഒരു മൈക്കും അതുപോലെ തന്നെ പിന്നെ ഇതാ ഈ ഒരു മൈക്ക് ഘടിപ്പിക്കാനുള്ള ഒരു സ്റ്റാൻഡും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അത് എല്ലേലും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ. അതായത് മെയിൻ വേണ്ട സാധനം അവിടെ മാറ്റി വെക്കും, എന്നിട്ട് ബാക്കിയുള്ള സാധനമെല്ലാം കൊടുക്കും. നമ്മൾ അതിനിങ്ങനെ ഓരോരുത്തരുടെ വയ്യന്നെ ഇങ്ങനെ നടക്കണം, തരുമോ എല്ലാം കിട്ടുമോ, വേറെ പൈസ കൊടുത്ത് പിന്നെയും വേണം. ഓക്കെ, എന്നാലും പോട്ടെ, സാരമില്ല. അപ്പം ഈ ഒരു സംഭവമാണ് ഇതിലുള്ള. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനം ഈ മൈക്കിൻ്റെ പിന്നിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഈ മൈക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൈക്ക് സ്റ്റാൻഡ് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന പോലെ, അപ്പോൾ ഇതൊരു സ്റ്റാൻഡാണെന്ന് വിചാരിക്കുക, ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന പോലെ പുതിയ മുഖ ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാട്ട് പാടാം. അപ്പോൾ ഇതിന് എക്സ്ട്രാ സ്റ്റാൻഡില്ല. സ്റ്റാൻഡ് നമ്മൾ എന്താക്കണം, ഈ മൈക്ക് വാങ്ങുമ്പോൾ സെപ്പറേറ്റ് വാങ്ങണം. അതേപോലെ തന്നെ ഇതിന് മൺചട്ടികൾ വയറും കേബിളും തരുന്നില്ല. അപ്പോൾ ഇതിന് കിട്ടുന്ന കേബിളിന് ഒരു പേരുണ്ട്. ആ കേബിളിൻ്റെ പേരാണ് XLR കേബിൾ. അതായത് ഇതിൻ്റെ ഇതിൻ്റെ മെയിലും ഫീമെയിലും വരുന്ന കേബിൾ ആയിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ കേബിള് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് വാങ്ങിയ കേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് XLR കേബിൾ. ഇതിൻ്റെ അതായത് മെയിലും ഫീമെയിലും, അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ കേബിൾ ഉണ്ടാകുക. അപ്പോൾ ഈ കേബിൾ മൈക്കിലേക്ക് കണക്ട് ചെയ്ത് ഈ കേബിൾ നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് നാളെ തന്നെ നിങ്ങൾ പോയിട്ട് ഈ മൈക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങ് മലമറിച്ച് പാട്ട് പാടാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഈ മൈക്ക് കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പിന്നെ മൊബൈലിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. കാരണം ഈ മൈക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് 45 വോൾട്ട് പവർ ഇതിന് കിട്ടണം. 45 വോൾട്ട് പവർ കിട്ടിക്കഴിഞ്ഞാൽ ഈ മൈക്ക് വർക്ക് ചെയ്യും. കാരണം കണ്ടൻസർ മൈക്കിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. എന്നാൽ ഡയനാമിക് മൈക്ക് അങ്ങനെയാണെന്നില്ല. നമുക്കതിനെ XLR കേബിൾ മാറ്റി, അതായത് നമുക്ക് PC-യിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ചിലപ്പോൾ സംസാരിച്ച വോയിസ് കിട്ടും. പക്ഷേ ഈ ഒരു മൈക്ക് അങ്ങനെ കിട്ടത്തില്ല. ഇതിന് 48 വോൾട്ട് പവർ വേണം. ആ പവറിന് പറയുന്ന പേരാണ് ഫാൻറ്റം പവർ. ഈ ഫാൻറ്റം പവർ ഇതിന് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു PC-യോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ആയിട്ട് ഈ മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും നിർബന്ധമായിട്ടും ഒരു ഓഡിയോ ഇൻ്റർഫേസും ഉണ്ടായിരിക്കണം. കാരണം ഓഡിയോ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഈ മൈക്ക് അതിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് ആ ഓഡിയോ ഇൻ്റർഫേസ് ഇതിലേക്ക് 48 വോൾട്ട് ഫാൻറ്റം പവർ നൽകും. ആ ഫാൻറ്റം പവർ നൽകിയാൽ മാത്രമേ ഈ മൈക്ക് വർക്ക് ചെയ്യൂ. ശേഷം ആ ഓഡിയോ ഇൻ്റർഫേസ് തന്നെ ഇതിൽ നിന്നും വരുന്ന ഓഡിയോ, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഓഡിയോ അനലോഗ് സിഗ്നലാണ്. ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ PC-യിലേക്കോ നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന DAW സോഫ്റ്റ്വെയറിലേക്ക് ഔട്ട്പുട്ട് നൽകും. അങ്ങനെയാണ് ഈ ഒരു കണ്ടൻസർ മൈക്കിൻ്റെ സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മൈക്ക് അപ്പട് പോയി വാങ്ങിയിട്ട് അതിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്യുന്ന ഒരു കേബിളും അങ്ങനെ ഒരു കേബിൾ കിട്ടും. അതായത് ഇതിൽ നിന്ന് നേരെ
ഹെഡ്സെറ്റിൻ്റെ ഒരു പിന്ന് വരുന്ന ടൈപ്പ് കേബിൾ വരും. ആ കേബിൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇത് സിസ്റ്റത്തിലേക്കോ അതേപോലെ തന്നെ മൊബൈലിലേക്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യണമെന്നില്ല. എന്നെ പിന്നെ വയ്യ വിളിച്ചിട്ട് അല്ല കമൻ്റ് അടിച്ചിട്ട് എടാ ഇനി എന്തെന്ന് പറഞ്ഞ് ഇന്ന് സാധനം പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ കാര്യം പറഞ്ഞുതരാം. ഇനി ഈ മൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കണ്ടൻസർ മൈക്കിനെ അപേക്ഷിച്ചിട്ട് ഈ അതായത് ഇവിടെ ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്വിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ മൈക്കിൽ ഇത് കണ്ട ഈ ഒരു 2 ടൈപ്പ് സ്വിച്ചസ് വരുന്നുണ്ട്. ആ സ്വിച്ചസ് എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ 0 dBയിലേക്കും അതേപോലെ തന്നെ 20 dBയിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചസ് ആണിത്. അതായത് 0 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ വെച്ചിട്ടില്ല. നോയിസ് ക്യാൻസലേഷൻ പുറത്തുള്ള സൗണ്ടുകളൊന്നും ഇതിൽ കേൾക്കാൻ പറ്റില്ല. ആ ഒരു ടൈപ്പിൽ നോയിസ് ക്യാൻസലേഷൻ വെച്ചിട്ടാണത്. പക്ഷേ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ടെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിത് 20 dBയിലേക്ക് ഈ സാധനം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ഇല്ലാതെ നമ്മുടെ വോയിസ് ക്ലാരിറ്റിയിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു 20 dBയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മൈക്കിനെ നമുക്ക് ഇൻസ്ട്രുമെൻസിനും യൂസ് ചെയ്യാം. അതായത് ചില ആൾക്കാർ ഗിത്താർ വായിക്കും, തബല വായിക്കും, അതേപോലെ തന്നെ വയലിൻ വായിക്കും. അതിൻ്റെ എല്ലാം അടുത്ത് ഈ മൈക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെൻസിന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന സൗണ്ടിനേക്കാളും കൂടുതൽ സൗണ്ട്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് എന്ന് വരിക. അപ്പോൾ കൂടുതൽ സൗണ്ട്സ് ഇൻസ്ട്രുമെൻസ് എന്ന് വരുമ്പോൾ ഈ ഒരു മൈക്കിലേക്ക് ഈ കൂടുതൽ സൗണ്ട് വരുമ്പോൾ ഇതിൻ്റെ അതായത് കണ്ടൻസർ മൈക്കിൻ്റെ ഉള്ളിലത്തെ ഈ കാർഡിയോയിഡ് എന്ന് പറയുന്ന സംഭവം കൂടുതലായി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ സൗണ്ട് വരുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ വലിയ ഔട്ട്പുട്ട് ആയിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ 20 dBയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സൗണ്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഈ മൈക്കിൻ്റെ മുമ്പ് നിന്ന് വായിക്കുമ്പോഴും മൈക്ക് എന്ത് ചെയ്യും, അതിനെ ലോ ചെയ്ത് അത് ലോ ഔട്ട്പുട്ട് ആക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനെ നമുക്ക് 20 dBയിലേക്കും ഇനി അതല്ല നമ്മൾ കുറഞ്ഞ സൗണ്ടിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ 0 dBയിലേക്കും സ്വിച്ച് ചെയ്യാം. ഇതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഈ മൈക്കിൻ്റെ ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ശബ്ദം കൂടുന്നു. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു 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 ചിലപ്പോൾ ഒരു ബാസോ അതായത് ഞാൻ എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു എക്സ്ട്രാ ഞാൻ ശ്വസിക്കുന്ന ഒരു ശ്വസനത്തിൻ്റെ ഒരു ഇതെല്ലാം എന്തെന്നാ ഇപ്പം ഇനി പറയാം, അങ്ങനത്തെ ഒരു സംഭവമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. വോയിസ് ഒരുമാതിരി ലൊട്ട പോലെ ആയിട്ട് കേൾക്കാം. പക്ഷേ കുറച്ച് ബാക്കൗട്ട് വരുന്നേരം കുറച്ച്. പക്ഷേ ഈ 20 dBയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വന്നാലും എല്ലാം ഒരു സെയിം ലെവലായിരിക്കും സൗണ്ട്, ആ ഒരു ലെവലായിരിക്കും. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ഈ കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡിയോയിലും നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് പാടുന്ന ആർട്ടിസ്റ്റ് തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു പോപ്പ് ഫിൽറ്റർ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. അതൊരു പോപ്പ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിലുള്ള ഒരു മഞ്ചട്ടി. ആ മഞ്ചട്ടി ഈ വട്ടത്തിലുള്ള മഞ്ചട്ടി ഒരു അരിപ്പ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടുന്നേരം ഈ പോപ്പ് ഫിൽറ്ററിൽ നമ്മുടെ സോങ് കട്ട് ചെയ്ത് മൈക്കിലേക്ക് പോകും. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോങ് പാടുന്നു, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു എന്ത് വരും, നമുക്കൊരു നമ്മുടെ വായിൽ നിന്നും ഈ ശ്വസിക്കുന്ന സൗണ്ടും അങ്ങനെയുള്ള സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മൈക്കിലേക്ക് വരുമ്പോൾ കണ്ട മൈക്കിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ ഈ പോപ്പ് ഫിൽറ്റർ വരുന്ന സമയത്ത് ഈ പോപ്പ് ഫിൽറ്റർ ഈ പുറത്തേക്ക് വരുന്ന ഇങ്ങനെയുള്ള എയറുകൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അതായത് ഭ ച ഭ എന്നെല്ലാം പറയുമ്പോൾ ഒരു മൈക്ക് വൈബ്രേഷൻ ആകുന്നില്ല, ഔട്ട് വൈബ്രേഷൻ ആയിട്ടല്ലേ വരുന്നത്. അതിനെ ഈ പോപ്പ് ഫിൽറ്റർ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് ശരിയായ ശബ്ദത്തെ എന്തിലേക്കും മൈക്കിലേക്ക് എത്തിക്കും. പക്ഷേ ഈ മൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബാസ് കട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് പോപ്പ് ഫിൽറ്റർ വേണ്ട, ബാസ് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോപ്പ് ഫിൽറ്റർ ഇല്ലാണ്ട് നല്ല അടിപൊളിയായ ശബ്ദം കിട്ടുമെന്നാണ് ഈ മൈക്കിൻ്റെ കമ്പനി പറയുന്നത്. അതുകൊണ്ട് ബാസ് കട്ട് എന്ന് പറഞ്ഞ സ്വിച്ചും 20 dBയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സ്വിച്ചും ഈ മൈക്കിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൈക്കിൽ ബാസ് കട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോപ്പ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. ബ പു ബ എന്നെല്ലാം പറയുമ്പോൾ അത് കട്ടായിട്ട് അത് ബ പു, നമ്മളിവിടെ ബ എന്ന് പറഞ്ഞാലും അവിടെ ബ പു പ അങ്ങനെയായിരിക്കും. ആ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ ബാസ് കട്ട് വരുന്ന രൂപത്തിലാണ് ഇതുള്ളത്. പിന്നെ ഈ മൈക്കിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാർഡിയോയുടെ പാറ്റേൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് സറൗണ്ടിങ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞാലും മേലേന്ന് ഹലോ എന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞാലും എല്ലാം കാർഡിയോയിഡ് ആയതുകൊണ്ട്
കാർഡിയോയുടെ പാറ്റേൺ സറൗണ്ടിങ് ആയതുകൊണ്ട് എല്ലാ ഏരിയയിൽ നിന്നും ഇത് സർക്കിൾ ചെയ്ത് പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് എന്നാണ് പറയാം നമ്മൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഈ പാട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് ഏത് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടത്തില്ല. നോക്കിക്കോ, ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിച്ച് ഇപ്പോൾ ഇവിടെ ഞാൻ പോയപ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ടുണ്ടാവും. ഇവിടെ പോയപ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ടുണ്ടാവും. ഇവിടെ സൗണ്ട് വ്യത്യാസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈക്കിൽ ആ കാർഡിയോയുടെ പാറ്റേണില്ല. ഞാനൊരു നിശ്ചിത സ്ഥലത്ത് നിന്ന് നേരെ നിന്ന് സംസാരിക്കണം. ഇനി അടുത്ത് വരുന്നത് ഈ കണ്ടൻസർ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ കണ്ടൻസർ മൈക്കിൽ ഒരു സോങ്ങോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിൻ്റെയോ എന്ത് കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കണ്ടൻസർ മൈക്കിൻ്റെ ഒരു 6 ഇഞ്ച് ബാക്കിൽ നമ്മൾ നിന്നിട്ട് വേണം എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക. അത് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് കാര്യം തുപ്പൽ അതിൻ്റെ ഉള്ളിൽ തെറിച്ചിട്ട് ആ സാധനം അലമ്പായി പോകും. ഉള്ള തുപ്പൽ തീർത്തും അതിൽ തെറിച്ചിട്ട് അത് അലമ്പായി പോകും. രണ്ടാമത്തത് നമ്മൾ ഈ സംസാരിക്കുന്നേരം ഈ എയർ ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് അടിച്ചിട്ട് ഇതിൻ്റെ എന്തായി പോകും, അതായത് നമ്മളെ റെക്കോർഡ് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മൈക്ക് നിങ്ങൾക്ക് പാട്ട് പാടാനും അതേപോലെ തന്നെ നിങ്ങളെ കണ്ടൻറ് ക്രിയേറ്റിനും അത് ഗെയിമേഴ്സിനും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൈക്കാണ് ഈ AKGയുടെ P120 എന്ന് പറയുന്ന ഈ മൈക്ക്. ഏകദേശം 7000 രൂപ, ഞാൻ പറഞ്ഞ പോലെ 7000 രൂപയോളമാണ് ഈ മൈക്കിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഞാൻ ചാനലിൽ ഇനിയിപ്പോൾ ഞാൻ 2-3 പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പാട്ട് ഈ മൈക്കിലാണ് ഞാൻ പാടുക. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ മൈക്ക് ഇനി എങ്ങനെ കണക്ട് ചെയ്യണമെന്നും അതേപോലെ തന്നെ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഓഡിയോ ഇൻ്റർഫേസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ ആ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മൈക്കിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയം അതേപോലെ തന്നെ പിന്നെ ഈ മൈക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി പറഞ്ഞുതരും. അപ്പോൾ ഇനി പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു മൈക്കിൽ ഞാൻ വാങ്ങിയോണ്ട് പറയുന്നതാണ്, അല്ലാണ്ട് ഞാനിത് ഇതിൻ്റെ പ്രൊമോഷനോ സംഭവമൊന്നുമല്ല. ഞാൻ വാങ്ങി എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങൾ ഈ കവർ സോങ്സും അതേപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിട്ട് ഇത് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നാ വേണ്ടത് അങ്ങനെ നിങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. ഇനി ഇത് മാത്രമേ ഉള്ളൂ ലോകത്ത് മൈക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെന്താക്കുക, സംഭവം നല്ലൊരു സാധനം, ഒരു 7000 രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു സംഭവം, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി മൈക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സാധനം നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള എനിക്ക് അറിയുന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.